ഹായ് ഡിയേഴ്സ്. അപ്പോൾ നമ്മുടെ എൽ ബി എസിലേക്ക് ബി എസ് സി നേഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കലിലേക്കുള്ള അപേക്ഷയുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് ആണ്. നമ്മൾ കഴിഞ്ഞ വർഷത്തെ പോലെ ഈ വർഷം നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്, ജോയിൻ ചെയ്തിരുന്നോളൂ. ഓക്കെ. അപ്പോൾ നമ്മൾ ഈ ഒരു അപ്ഡേറ്റ് എന്താ വെച്ചാൽ നമ്മുടെ അപ്ലിക്കേഷൻ ഡേറ്റും നീട്ടിയിട്ടുണ്ട്. ജൂലൈ 18 വരെ നിങ്ങൾക്ക് ഫീസ് അടയ്ക്കാവുന്നതാണ്. 20 വരെ അപ്ലിക്കേഷൻ നൽകാൻ സാധിക്കും. അപ്പോൾ ഒന്ന് ശ്രദ്ധിച്ചിരിക്കാം. ഇവിടെ ചെറിയ മാറ്റങ്ങൾ വന്നിട്ടുണ്ട് കഴിഞ്ഞ വർഷത്തിൽ നിന്നും. അതാണ് ഇവിടെ ഒന്ന് എടുത്തു പറയുന്നത്. അപ്പോൾ നോക്കി വെച്ചിരിക്കാം. കോഴ്സുകളിൽ അടിമുടി മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. NCHP ആക്ട് അല്ലെങ്കിൽ നാഷണൽ കൗൺസിലിംഗ് ഫോർ അലൈഡ് ആൻഡ് ഹെൽത്ത് കെയർ പ്രൊഫഷണൽ ആക്ട് പ്രകാരം ചില മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. കോഴ്സുകളുടെ പേരടക്കം അവയുടെ ഡ്യൂറേഷൻ അടക്കം മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നോക്കി പോവാം. ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട മാറ്റം എന്ന് പറയുന്നത് ഒപ്റ്റോമെട്രി കോഴ്സിലാണ്. ഇതുവരെ 4 വർഷമായിരുന്നു ഒപ്റ്റോമെട്രി കോഴ്സ്. ഇനി മുതൽ 5 വർഷത്തേക്ക് മാറ്റം വന്നിട്ടുണ്ട്. ഈ ഒരു ഡ്യൂറേഷൻ മൂലം ഇതിന് നെഗറ്റീവ് വശമൊന്നുമില്ല. ഇതിൻ്റെ മൂല്യം കൂടുക തന്നെയാണ് ചെയ്തിട്ടുള്ളത്. അതുപോലെ ഫിസിയോതെറാപ്പി കോഴ്സ് കഴിഞ്ഞവർക്ക് ഇനി മുതൽ പേരിന് മുന്നിൽ ഡോക്ടർ എന്ന പദവി ചേർക്കാനുള്ള അനുമതി ഈ ആക്ടിൽ മൂലം ലഭിക്കുന്നുണ്ട്. അതൊരു വലിയൊരു കാര്യം തന്നെയാണ്. അടുത്തായി പുതിയ കോഴ്സുകൾ വന്നിട്ടുണ്ട്. അപ്പോൾ അപേക്ഷിച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളും പറയുന്നുണ്ട്. അതായത് BSc നേഴ്സിംഗ്, MLT എന്നിവയ്ക്ക് പുറമെ ഇത്തവണ എമർജൻസി മെഡിക്കൽ ടെക്നോളജി എന്നിങ്ങനെ കുറച്ച് കോഴ്സുകൾ വന്നിട്ടുണ്ട്. പിന്നെ അപേക്ഷ വിദ്യാർത്ഥികൾ നിങ്ങളുടെ പ്രൊഫൈൽ ഒന്ന് അടുക്കിയെടുത്ത് ചെക്ക് ചെയ്യുക. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് വേഗത്തിൽ മനസ്സിലാക്കി അതിനാവശ്യമായ രേഖകൾ തയ്യാറാക്കി വയ്ക്കുക. കൂടാതെ ഇവിടെ GNM, ANM കോഴ്സുകളിലേക്ക് പഠിക്കാൻ താല്പര്യമുള്ളവർക്കായുള്ള LBS അപേക്ഷ ഇപ്പോൾ ആരംഭിച്ചിട്ടുണ്ട്. അത് നോക്കി വെച്ചിരിക്കാം. ഓക്കെ. അപ്പോൾ നിങ്ങൾക്ക് ഇതിന് സംശയം നമ്മൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നൽകിയിട്ടുണ്ട്. അതിൽ ചോദിച്ച് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അതിൽ ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ അതുപോലെ ചെയ്യാം. ഞാൻ മറുപടി നൽകുന്നതായിരിക്കും. പിന്നെ അതുപോലെ തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും ഷെയർ ചെയ്യുക, നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യുക, കസിൻസിനൊക്കെ ഷെയർ ചെയ്യുക. ഓക്കെ. അപ്പോൾ നമ്മുടെ കഴിഞ്ഞ പ്രീവിയസ് ഇയർ പ്ലേലിസ്റ്റൊക്കെ ഒന്ന് ചെക്ക് ചെയ്തോളൂ. നമ്മുടെ ഹെൽപ്പൊക്കെ നിങ്ങൾക്ക് മനസ്സിലാവും. ഓക്കെ. താങ്ക് യു ഫോർ വാച്ചിങ്.